dear children, welcome back to my class. ഞാനിവിടെ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ആൻസർ കീയിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മാത്രവുമല്ല ആൻസർ കീയിൽ എല്ലാ സ്റ്റെപ്സും സോൾവ് ചെയ്തല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് സ്കോർഡ് എ ടോട്ടൽ ഓഫ് 32 മാർക്സ് ഇൻ ക്ലാസ് ടെസ്റ്റ് ഇൻ മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ്. ഓക്കെ, ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്കാണ്. ഈ 2 സബ്ജക്റ്റിനും കൂടി എത്ര മാർക്ക് സ്കോർ ചെയ്തു? 32 മാർക്സ് ഉണ്ട്. ദെൻ he scored 2 marks less in science and 4 marks more in mathematics, the product of his marks would have been 253. അതായത് സയൻസിന് 2 മാർക്ക് കുറവും അതുപോലെ 4 മാർക്ക് മാത്തമെറ്റിക്സിന് കൂടുതലുമായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ മാർക്കിൻ്റെ പ്രോഡക്റ്റ് എത്ര ആകുമായിരുന്നു? 253 ആകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹിസ് മാർക്സ് ഇൻ ദ 2 സബ്ജക്ട്സ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ 2 സബ്ജക്റ്റും കൂടെ ചേർന്നാണ് ഈ കുട്ടിക്ക് 32 മാർക്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മാർക്സ് സ്കോർഡ് ഇൻ മാത്തമെറ്റിക്സ് എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ മാർക്സ് ഇൻ സയൻസ് എത്ര വരും? 32 മൈനസ് എക്സ് വരും. കാരണം ടോട്ടൽ മാർക്കാണ് 32. ഓക്കെ, ഇനി ഇവരിവിടെ ചെയ്തിട്ടുള്ളത് നോക്കൂ, ഇത് ആൻസർ കീ ആണ്. ഇതിനകത്ത് 2 വേരിയബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത് നിങ്ങൾക്ക് ഇതായിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ മാത്സിൻ്റെ മാർക്ക് എക്സ് ആയിട്ട് എടുത്തു, സയൻസിൻ്റെ മാർക്ക് 32 മൈനസ് എക്സ് ആയിട്ട് എടുത്തു. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ കണ്ടീഷൻ ഈസ് ഗിവൻ ഹി സ്കോർഡ് 2 മാർക്ക് ലെസ് ഇൻ സയൻസ്. ഇതിൽ 2 മാർക്ക് കുറവും ആൻഡ് 4 മാർക്സ് മോർ ഇൻ മാത്തമെറ്റിക്സും ആയിരുന്നെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ് മാർക്ക് വുഡ് ഹാവ് ബീൻ 253. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മാത്സിൻ്റെ മാർക്ക് 4 കൂടുതൽ മീൻസ് എക്സ് പ്ലസ് 4 ആൻഡ് സയൻസിൻ്റെ മാർക്ക് ഇതാണല്ലോ. അപ്പോൾ അതിൽ 2 മൈനസും ആയിരുന്നെങ്കിൽ ദാറ്റ് ഇസ് 32 മൈനസ് എക്സ് മൈനസ് 2 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് മീൻസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം ഇതിൻ്റെ പ്രോഡക്റ്റ് 253 ആകും. 253. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ ഇത് നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡയറക്റ്റ്ലി കിട്ടും. അതല്ല നിങ്ങൾ 2 വേരിയബിളാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും ഒരു വേരിയബിളിന് റിലേഷൻ എടുത്തിട്ട് ഇതേപോലെ ഇവിടെ അവർ സോൾവ് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതിങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ എക്സിനോ വൈക്കോ റിലേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ എനിക്കിത് ഈസി ആയിട്ട് ഇതാണ് തോന്നിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് പ്ലസ് 4 ഇൻറ്റു 32 മൈനസ് 2 എത്രയായി? 30 ആയില്ലേ? 30 മൈനസ് എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 253. ഓക്കെ, ഇനി എക്സ്പാൻഡ് ചെയ്യുക. എക്സ് ഇൻറ്റു 30 എക്സ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇസ് മൈനസ് എക്സ് സ്ക്വയർ, 30 ഇൻറ്റു 4 പ്ലസ് 120 ദെൻ മൈനസ് 4x. ഇത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് 253 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക. ദാറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാമല്ലോ. 30x മൈനസ് 26 ആയല്ലേ? പ്ലസ് 26x. ദെൻ ഇത് രണ്ടുമാണ് കോൺസ്റ്റൻ്റ് ടേം. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് മൈനസും ഇത് പ്ലസ്സും ആണ്. അതായത് 253 മൈനസ് 120 ചെയ്യുമ്പോൾ 133. സൈൻ ഏതാ? നെഗറ്റീവ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് സൈൻ വേണ്ട, ഫസ്റ്റ് ടേം നെഗറ്റീവ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എഴുതിയാൽ മതി എല്ലാ ടേമിൻ്റെ. എക്സ് സ്ക്വയർ മൈനസ് 26x പ്ലസ് 133 ഈക്വൽ ടു 0. അപ്പോൾ ഇനി സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. ഫാക്ടറൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം. ഒന്ന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളോ അങ്ങനെ ചെയ്യാം.
ഇതിപ്പോൾ ഈ നമ്പർ പ്രോഡക്റ്റ് പ്ലസ് 133 ആണ്. ആൻഡ് സം നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കും ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ഈ നമ്പർ കാണുമ്പോൾ ഇത് നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, 3 കൊണ്ടല്ല, 5 കൊണ്ടല്ല. അപ്പോൾ പ്രൈം നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കേസാണ്. പക്ഷേ എനിക്കിത് 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പെട്ടെന്ന് മനസ്സിലായി. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. 7 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നമ്പർ 133 ആണ്. ഫസ്റ്റ് ഈ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 6 വരും. മനസ്സിലായോ? എന്നിട്ട് ഈ റിമൈനിങ് നമ്പറിൽ നിന്ന് 6 മൈനസ് ചെയ്യുക, അതായത് 13 മൈനസ് 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാത്തവർക്കും പറഞ്ഞു കൊടുക്കുക. 7ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഏറ്റവും ഈസി മെത്തേഡ് ഡിവിസിബിലിറ്റി ഓഫ് 7 ഇതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്പർ 7 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഞാൻ 133 ഡിവൈഡഡ് ബൈ 7. 1 അടുത്ത എത്ര വരും? 9 into 7 ആണ് 63. അപ്പോൾ 7ഉം 19ഉം ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് മനസ്സിലായി. നോക്കൂ, 19 + 7 26 അല്ലേ, നെഗറ്റീവ് നമ്പറും അല്ലേ, അപ്പോൾ രണ്ടും നെഗറ്റീവ് വരും. സോ വി ക്യാൻ ഫാക്ടറൈസ് ദിസ് ലൈക്ക് എങ്ങനെ എഴുതാം? x minus 7 into x minus 90 equal to 0. So x equal to 7 or x equal to 19. രണ്ട് നമ്പറും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പറും പോസിബിൾ ആയിട്ടുള്ള, അപ്പോൾ ഇത് എക്സിന് നമ്മൾ ഏത് മാർക്കിനാണ് എക്സ് കൊടുത്തത്? മാത്സിൻ്റെ മാർക്കിനാണ് എക്സ് കൊടുത്തത്. അപ്പോൾ മാർക്ക് സ്കോർഡ് ഇൻ മാത്തമെറ്റിക്സ് കൺക്ലൂഷൻ എഴുതണം കേട്ടോ. ആൻഡ് സയൻസ് രണ്ടും കൂടി. മാത്സിൻ്റെ മാർക്ക് 7 എടുക്കുകയാണെങ്കിൽ മാത്സ് ആൻഡ് സയൻസ് രണ്ടും കൂടി ഞാൻ എഴുതുകയാണ്. 7 ആണ് എടുക്കുന്നതെങ്കിൽ മാത്സിൻ്റെ മാർക്ക് 7 ആണെന്നുണ്ടെങ്കിൽ സയൻസിൻ്റെ മാർക്ക് 32 - 7 ആണ്. അപ്പോൾ 32ന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 25 അല്ലേ? യെസ്, 25 റൈറ്റ്. 7,25 ഓർ ഇനി അതല്ല നിങ്ങൾ മാത്സിൻ്റെ മാർക്ക് 19 ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ 19 എടുത്തു. ദെൻ സയൻസിൻ്റെ മാർക്ക് അപ്പോൾ എത്ര വരും? 32 - 19. 32 - 19 ഈസ് 13. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ കൺക്ലൂഷൻ എഴുതണം. മാർക്ക് സ്കോർഡ് ഇൻ മാത്സ് ആൻഡ് സയൻസ് 7,25 ഓർ 19,13. അപ്പോൾ ഇത് എന്തിനാണ് ഈ രണ്ട് വാല്യൂ എഴുതിയതെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് വാല്യൂ നമുക്ക് എക്സിന് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂ എഴുതണം. അതല്ല ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ആയിരുന്നു എങ്കിൽ അതിന് നമുക്ക് റിജക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ വി ഗോട്ട് 2 വാല്യൂസ് ആസ് പോസിറ്റീവ്. അപ്പോൾ ഇത് മാത്സിൻ്റെ മാർക്ക് 7 വരുമ്പോൾ സയൻസ് 25, ബിക്കോസ് ടോട്ടൽ 32 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 19 ആണെങ്കിൽ 13 വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൺക്ലൂഷൻ എഴുതണം. ഇനി നിങ്ങൾ തന്നെ നോക്കൂ, എത്ര മിനിറ്റ് എടുത്തു ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എത്ര സിമ്പിളായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ 2025 എല്ലാ ആൻസർ കീയും, അതായത് നിങ്ങൾക്കത് CBSEയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഫുൾ വർക്കൗട്ട് ചെയ്യുക. 23, 24, 25 ഇത്രയും തന്നെ ചെയ്താൽ മതിയാകും. കാരണം സെയിം പാറ്റേൺ വന്നിട്ടുള്ളത് അതാണ്. പിന്നെ ഇപ്പോൾ സാമ്പിൾ പേപ്പർ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.